ഹായ് ഹലോ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കുറച്ച് മാങ്ങ ഞാൻ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിലിട്ടാലോ. നമ്മൾ ഫുൾ മാങ്ങയല്ലേ സാധാരണ ഉപ്പിലിടുന്നത്, അതുപോലെ ഇത് ഉപ്പ് നീരിൻ്റെ അകത്തിലിട്ട് വെക്കാം. കാന്താരി മുളകൊക്കെ ചേർത്ത് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൻ്റെ അകത്തിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിക്കാമേ. അതൊന്ന് ചൂടായിക്കോട്ടെ. അതിലേക്ക് ചൂടായ ശേഷം കടുകിടണം. ഞാൻ അതിലേക്ക് കുറച്ച് കടുകിടുവാണ്. കടുകെല്ലാം പൊട്ടി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇടാൻ പോവാണ്. അല്പം ഏറെ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിന്ന്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെച്ചത് ഞാൻ ഇടും. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു. അപ്പം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെച്ചത് അങ്ങിടുന്നു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിടാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് ഞാൻ കാന്താരി മുളകാണ് ചേർക്കുന്നത്. ജസ്റ്റ് അതെല്ലാം ഒന്ന് മൂത്ത് വന്നു. ആ സമയത്ത് തീ ഒന്ന് വളരെ ഒന്ന് കുറച്ചതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി, ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു. ഞാൻ ഉലുവാപ്പൊടി ഇട്ടത് 1/2 ടീസ്പൂണാണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇതിലേക്ക് എരിവിന് കാന്താരി മുളക് ഇടുവാണേ. ഇതിന് പകരമായിട്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അതിലേക്ക് ഞാൻ ഒരു 3 വറ്റൽ മുളക് എടുത്ത് വെച്ചേക്കുന്ന അതുകൂടെ അങ്ങ് കട്ട് ചെയ്തിടുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. തീ വളരെ കുറവാണേ. 2-3 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. എല്ലാം കൂടെ അതിൽ കിടന്നൊന്ന് ആ ചൂടായ എണ്ണയിലോട്ടൊന്ന് കിടന്നൊന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം ഇതിൻ്റെ അകത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു. വിനീഗർ, സുർക്ക എന്നൊക്കെ ചിലടത്ത് പറയും. വൈറ്റ് വിനീഗറാണ് ഒഴിച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഒന്ന് ഉപ്പ് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ചുകൂടി ഞാൻ ഉപ്പ് കിട്ടും. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ചോട്ടെ. അതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് അതിന് ശേഷം ഞാൻ തീ അങ്ങ് ഓഫാക്കി. അതിനുശേഷം ഞാൻ 1 മഗ് വെള്ളം തിളപ്പിച്ചാറിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഇതിൻ്റെ അകത്തിലേക്ക് അങ്ങ് ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് നോക്കണം. കാരണം മാങ്ങ ഇട്ട് കഴിയുമ്പോൾ മാങ്ങയ്ക്കുള്ളിലേക്കൊക്കെ ഉപ്പ് കയറണമല്ലോ. ഇപ്പോൾ തീ ഓഫാണ്. തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ തിളപ്പിച്ചരച്ച വെള്ളമാണ് ഒഴിച്ചത്. ഇതിപ്പോൾ ഇതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കുക. ഒരു 5 മിനിറ്റായി. ഇത് ചെറിയതായിട്ട് ആറിയിട്ടുണ്ട്. ഈ ആറിയതിലേക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന, ഇച്ചിരി കട്ടിക്കാണ്, ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് അങ്ങ് ഇടാൻ പോവാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ച് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കുപ്പിക്കകത്തിലോ ഭരണിക്കകത്തിലോ ആക്കി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കേടാകത്തില്ല. വെളിയിൽ വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല.
ഇതാ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയാൽ ഇത് കഴിക്കാവുന്ന പാകത്തിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് നല്ല പരുവത്തിലായിരിക്കും. നല്ല കഞ്ഞിക്കും പഴുങ്ങിഞ്ഞിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോസിലൂടെ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ താങ്ക് യു, ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ.